ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചു. വൈകുന്നേരം 4 മണിക്കാണ് മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നത്. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന്റെ വിവിധ വശങ്ങൾ വിലയിരുത്തും. മോക്ക് ഡ്രില്ലിന്റെ ശരിയായ നടത്തിപ്പ് ഉറപ്പാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. പൊതുജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക്ക് ഡ്രില്ലുമായി സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ ആഭ്യന്തര, റവന്യൂ, ആരോഗ്യ, കുടുംബക്ഷേമ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, സംസ്ഥാന പോലീസ് മേധാവി, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറൽ, ദുരന്ത നിവാരണ സ്പെഷ്യൽ സെക്രട്ടറിയും കമ്മീഷനും ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് ഡയറക്ടർ, ജില്ലാ കളക്ടർമാർ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ മെമ്പർ സെക്രട്ടറി എന്നിവരടക്കം പങ്കെടുത്തിരുന്നു. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി തല ഇടപെടലുകളാണ് ആദ്യം. റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും മോക്ക് ഡ്രിൽ വാർഡന്മാരെ അറിയിക്കുക. എല്ലാ പ്രദേശവാസികൾക്കും സിവിൽ ഡിഫൻസ് ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങൾ എത്തിക്കുക. ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങളെ അലേർട്ട് ചെയ്യുക. വാർഡ് തല ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക. സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മറ്റ് പ്രധാന ഇടങ്ങളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക. കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ സഹായം ആവശ്യമുള്ള ആളുകളെ ബ്ലാക്ക് ഔട്ട് സമയത്ത് സഹായിക്കുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് മോക്ക് ഡ്രിൽ വാർഡന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക. ആശങ്ക ഒഴിവാക്കണം. ഗാർഹിക തല ഇടപെടലുകൾ ഇങ്ങനെയാണ്. മോക്ക് ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതുമാണ്. ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ബാറ്ററി, സോളാർ ടോർച്ചുകൾ, ഗ്ലോ സ്റ്റിക്കുകൾ, റേഡിയോ എന്നിവ കരുതുക. സൈറൻ മുഴങ്ങുമ്പോൾ എല്ലായിടങ്ങളിലും മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണ്. എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കേണ്ടതാണ്. ഇതിൽ മരുന്നുകൾ, ടോർച്ച്, വെള്ളം, ഡ്രൈ ഫ്രൂട്ട് എന്നിവ ഉൾപ്പെടുത്തണം. വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുക. എല്ലാ കുടുംബങ്ങളും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്തുക. സൈറൻ സിഗ്നലുകൾ മനസ്സിലാക്കുക. ദീർഘകാലമായ സൈറൻ മുന്നറിയിപ്പും ചെറിയ സൈറൻ സുരക്ഷിതമാണെന്ന മുന്നറിയിപ്പുമാണ്. പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങളിലുള്ളിലേക്ക് മാറേണ്ടതാണ്. ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി റേഡിയോ, TV ഉപയോഗിക്കുക. തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സൈറൻ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യേണ്ടതാണ്. ബ്ലാക്ക് ഔട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തു മൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക. സംസ്ഥാനത്തുടനീളമുള്ള 12 ജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 24 സ്ഥലങ്ങളിൽ ഒരേ സമയം മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. മുൻപ് നിശ്ചയിച്ചതിൽ നിന്ന് വിഭിന്നമായി ശബരിമലയിലെ പ്രത്യേക ഉത്സവ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയെ മോക്ക് ഡ്രില്ലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ചില സാങ്കേതിക കാരണങ്ങളാൽ കണ്ണൂർ ജില്ലയിലെ മാപ്പിള ബേ ഹാർബറിനു പകരമായി മുഴപ്പിലങ്ങാട് ബീച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്ത പ്രതികരണ തയ്യാറെടുപ്പിൽ നിർണായകമാണ് മോക്ക് ഡ്രിൽ എക്സസൈസുകൾ. നിലവിൽ ഓരോ സംവിധാനങ്ങളും എത്രത്തോളം സജ്ജമാണെന്ന് പരിശോധിക്കപ്പെടുകയും പോരായ്മകളും കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ എന്തെന്നും വിലയിരുത്താനും ഇത്തരം പരിപാടി ഉപകാരപ്പെടും. അതേസമയം ഓരോ ഇന്ത്യൻ ജനതയ്ക്കും അഭിമാനമേകിയ ദിവസമായിരുന്നു ഇന്ന്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാക് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ സേനാ വിഭാഗങ്ങൾ കടുത്ത മറുപടി കൊടുത്തു. ആർമിയും നാവികസേനയും വ്യോമസേനയും സംയുക്തമായി ബുധനാഴ്ച പുലർച്ചെ പാകിസ്ഥാൻ, പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ശക്തമായ ഭീകരാക്രമണം നടത്തിയത്. 1971 യുദ്ധത്തിന് ശേഷം 3 പ്രതിരോധ സേനകളും ഒരുമിച്ച് പാകിസ്ഥാനെതിരെ നീങ്ങുന്നത് ഇത് ആദ്യമായാണ് എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം. മെയ് 7 പുലർച്ചെ 1:44 ഇന്ത്യൻ സായുധസേന ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയ സംയുക്ത സൈനിക ആക്രമണത്തിന് തുടക്കം കുറിച്ചത്. പാകിസ്ഥാനിലും പാക് അധിനിവേശ ജമ്മു കാശ്മീരിലും ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഭീകരകേന്ദ്രങ്ങൾ നേരത്തെ തന്നെ പ്രതിരോധ സേനകൾ മനസ്സിലാക്കിയിരുന്നു. പാക് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാതെ ഭീകരരുടെ താവളങ്ങൾ മാത്രം ഉന്നമിട്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി. ഇന്ത്യൻ സൈന്യം, നാവികസേന, വ്യോമസേന എന്നിവയുടെ പ്രിസിഷൻ സ്ട്രൈക്ക് ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു.
പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക പാകിസ്ഥാൻ സൈന്യമോ സിവിലിയന്മാരോ തങ്ങളുടെ ലക്ഷ്യമല്ലായിരുന്നെന്നും ആക്രമണം നിയന്ത്രിതവും കൃത്യതയാർന്നതുമായിരുന്നുവെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു.